സർ, മലയോര മേഖലയുടെ മനോഹര കവാടമായ റാന്നിയുടെ മുഖച്ഛായ തന്നെ മാറ്റാനും പുല്ലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയെ ആശ്രയിക്കുന്ന ശബരിമല തീർത്ഥാടകർക്കുൾപ്പെടെ പ്രദാനം ചെയ്യുന്ന യാത്രാ സൗകര്യങ്ങളിൽ നാഴികക്കല്ലായി മാറാനും കഴിയുന്ന റാന്നി പുതിയ പാലത്തിന് നിർമ്മാണം എത്രയും വേഗം ആരംഭിക്കണമെന്നതാണ് സബ്മിഷനിലൂടെ ഞാൻ ഉന്നയിക്കുന്നത്. 2019 ഫെബ്രുവരിയിൽ ഈ നിർമ്മാണം ആരംഭിച്ചു എങ്കിലും 2021 മാർച്ചിൽ നിർമ്മാണം നിലയ്ക്കുകയായിരുന്നു. MLA നിലയിൽ ആദ്യമായി നൽകിയ നിവേദനം പരിഗണിച്ചുകൊണ്ട് മന്ത്രി എന്നിലുള്ള പ്രവർത്തനത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ റാന്നി പാലം സന്ദർശിക്കാനും ഇതിൻ്റെ നിർമ്മാണം KRFBയെ ഏൽപ്പിക്കാനും ആദരണീയനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നടത്തിയ ഇടപെടൽ ശ്രദ്ധേയമായ ഒരു ചുവടുവയ്പ്പായിരുന്നു. സ്ഥലം ലഭ്യമാകാത്തതാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് മനസ്സിലാക്കി റവന്യൂ എല്ലാ വിഭാഗം കൃഷി പഞ്ചായത്ത് വകുപ്പുകളുടെയും ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ MLA നിലയിൽ നടത്തിയ നിരന്തരമായ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി നടത്തിയ പ്രയത്നത്തിൽ സർക്കാരും മന്ത്രിയും നൽകിയ പിന്തുണയെയും ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കുന്നു. കേരള നെൽവയൽ തണ്ണീർത്തട നിയമം അനുസരിച്ചുള്ള പരിവർത്തനം ഉൾപ്പെടെയുള്ള സങ്കീർണമായ സ്ഥലം ഏറ്റെടുക്കൽ പ്രശ്നങ്ങൾ ഇപ്പോൾ പരിഹരിച്ച് പത്തനംതിട്ട റവന്യൂ എല്ലാ വിഭാഗം ഉടമസ്ഥർക്ക് നൽകേണ്ട തുക സംബന്ധിച്ച വിശദാംശങ്ങൾ കിഫ്ബിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. കിഫ്ബിയുടെ നല്ല പിന്തുണയോടുകൂടി KRFB അവശേഷിക്കുന്ന നിർമ്മാണ പ്രവർത്തനത്തിന്റെ എസ്റ്റിമേറ്റ് സംബന്ധിച്ചിട്ടുള്ള തുകയും ഇപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട്. സർ, ശബരിമല വിമാനത്താവളത്തിന്റെ കൂടി സാറ്റലൈറ്റ് ടൗണായി മാറുന്ന റാന്നിയുടെ വികസനത്തിന് ഏറ്റവും അനിവാര്യമായ റാന്നിയിലെ ജനങ്ങളുടെ ചിരകാല അഭിലാഷമായ റാന്നി പുതിയ പാലത്തിന്റെ നിർമ്മാണം സമയബന്ധിതമായി ആരംഭിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര മന്ത്രി. സർ, ഇത് കിഫ്ബി ധനസഹായത്തോടെ നടപ്പിലാക്കുന്നതിന് 10 കോടി രൂപയുടെ തത്വത്തിലുള്ള ഭരണാനുമതി ലഭിച്ച പാലം പ്രവൃത്തിയാണ് ഈ ബഹുമാനപ്പെട്ട MLA പ്രമോദ് നാരായണൻ ചൂണ്ടിക്കാട്ടിയ റാന്നി വലിയ പാലം നിർമ്മാണം. പ്രവൃത്തിക്ക് 26 കോടി 76 ലക്ഷം രൂപയുടെ സാമ്പത്തിക അനുമതി കിഫ്ബിയിൽ നിന്ന് ലഭിച്ചിരുന്നു. 317 മീറ്റർ നീളത്തിൽ നടപ്പാതയോടുകൂടി 12 മീറ്റർ വീതിയിലുള്ള പാലം നിർമ്മാണമാണ് നടക്കുന്നത്. നിലവിൽ വെള്ളത്തിലുള്ള ഓപ്പൺ ഫൗണ്ടേഷനും ആകെയുള്ള 56 പൈലുകളിൽ 48 എണ്ണവും 11 പിയറുകളിൽ 9 എണ്ണവും 11 പിയർ ഹെഡിൽ 6 എണ്ണവും 28 ലാഡ് ഗാർഡുകളിൽ 8 എണ്ണവും പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നാൽ ടെൻഡർ സമയത്ത് അപ്രോച്ച് റോഡിനുള്ള സ്ഥലമേറ്റെടുക്കൽ പൂർത്തിയായിരുന്നില്ല. മാത്രവുമല്ല 22/1/16 സ്ഥലം കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം അനുസരിച്ച് പരിവർത്തനപ്പെടുത്താനും ഉണ്ടായിരുന്നു. ഭൂമി ഏറ്റെടുക്കുന്നത് നീണ്ടപ്പോൾ ഫോർക്ലോസ് ചെയ്യുകയും ചെയ്തു. നിലവിൽ ഭൂമി പരിവർത്തനപ്പെടുത്താൻ അനുമതി ലഭിച്ചിട്ടുണ്ട്. MLA പ്രമോദ് നാരായണൻ ഇതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ട്. സർ, ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള 14 കോടി 7 ലക്ഷം രൂപ ഉൾപ്പെടെ ശേഷിച്ച പ്രവൃത്തികളുടെ 38 കോടി 77 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് പുതുക്കിയ സാമ്പത്തിക അനുമതിക്കായി കിഫ്ബിയിലേക്ക് സമർപ്പിച്ചു. കിഫ്ബിയിൽ നിന്നും പുതുക്കിയ സാമ്പത്തിക അനുമതി ലഭ്യമായാലുടൻ തന്നെ സാങ്കേതിക അനുമതി നൽകിക്കൊണ്ട് ടെൻഡർ ചെയ്ത് ശേഷിച്ച പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റ് കാര്യങ്ങൾ എങ്ങനെ പരിഹരിക്കുമുള്ളതിന് അടിയന്തരമായി കിഫ്ബിയുമായി ബന്ധപ്പെടാൻ ഉള്ള ഇടപെടൽ നടത്തുമെന്ന് ബഹുമാനപ്പെട്ട MLA സഭയെ അറിയിച്ചു.